പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിനെ ഓർത്ത് നല്ല തമ്പുരാന് നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു. ഞാൻ തലശ്ശേരി രൂപതയിലെ ശാന്തിനഗർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 15/3/2023 അന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടറിഞ്ഞിട്ടാണ്. OET എക്സാമിന് വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച മാതാവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് വന്ന് അന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോയി. OET എക്സാം 2 തവണ എഴുതി. 2 മൊഡ്യൂൾ കിട്ടും, 2 മൊഡ്യൂൾ കിട്ടില്ല, അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ തവണ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ UK നഴ്സുമാരെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണേലും ആ ഒരു സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ ജർമ്മൻ എന്ന അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങി. ജർമ്മൻ എക്സാം 3 മൊഡ്യൂൾ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പാസ്സാവാൻ പറ്റി. പക്ഷേ റൈറ്റിംഗ് മൊഡ്യൂൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. 3 തവണ എഴുതിയിട്ട് എനിക്ക് റൈറ്റിംഗ് മൊഡ്യൂൾ കിട്ടിയില്ല. ചെറിയ 60 മാർക്കാണ് പാസ് മാർക്ക് 100-ൽ. അപ്പോൾ 56, 54 ആ ലെവലിലാണ് എൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ചെറിയ മാർക്കിന് എനിക്ക് പോകുന്നത് അത് ശരിക്കും ഭയങ്കര വിഷമമാണ്. ഒന്നാമത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ കിട്ടുന്ന സമയത്ത് പഠിച്ച് ഡേറ്റ് എടുത്ത് എക്സാം എഴുതാണ് ചെയ്തത്. അപ്പോൾ 3 തവണ കിട്ടാതായപ്പോഴത്തേക്കും ശരിക്കും നല്ല വിഷമമായി. പിന്നെ 4-ാം തവണ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പോയി എക്സാം എഴുതണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അന്ന് വന്നപ്പോൾ ഉടമ്പടി പുതുക്കാത്തത് കൊണ്ട് ഓൺലൈനിലായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ നേരിട്ട് പുതുക്കാത്തത് കൊണ്ട് അച്ഛനെ കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് അവിടെ പോയി നിന്ന് മുട്ടുകുത്തി നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ ഇവിടെ 5-6 പേരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലണം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തുനിന്ന്. അപ്പം ഞാനും അതുപോലെ തന്നെ അവിടെ എഴുന്നേറ്റ് നിന്ന് മുട്ടേ കുത്തി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞാൽ പുറകിൽ പോയിരുന്നപ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അച്ഛൻ്റെ പ്രാർത്ഥന കൈവപ്പ് എനിക്ക് കിട്ടാൻ ഭാഗ്യം ഉണ്ടായില്ല അമ്മേ. അപ്പോൾ അമ്മ എൻ്റെ കൂടെ വേണം, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും അടയാളം വേണം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോലെ ഞാനും പറഞ്ഞു. എൻ്റെ പിറ്റേ ദിവസം എനിക്ക് എക്സാമാണ്. അപ്പോൾ എൻ്റെ എക്സാമിനർ വൈറ്റ് ഡ്രസ്സിൽ വരണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഞാൻ പറഞ്ഞു, നമ്മൾ റൈറ്റിങ്ങിൽ ജർമ്മൻ പഠിക്കുന്നവർക്കറിയാം 10-23 തേമാന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, മാതാവേ ഫസ്റ്റ് തേമ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്, അതിനെക്കുറിച്ച് വരുവാണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് എഴുതും കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയേ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എക്സാം ഹോളിൽ ചെന്നപാടെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് ഞാൻ കയറിയത്. അതുപോലെ ഉടമ്പടി തൈലവും ഉടമ്പടി തേനും കഴിച്ചു. കാശ് രൂപം കയറ്റാൻ അവർ സമ്മതിച്ചില്ല. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നൊരു വചനം എനിക്ക് കാശ് രൂപം കയറ്റാൻ പറ്റാത്തപ്പോൾ ഒത്തിരി വിഷമമായി. ആ എക്സാമും തോക്കുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ വചനമാണ് എൻ്റെ മനസ്സിൽ വന്നത്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന്. പക്ഷേ ഉടമ്പടി ഉപ്പ് എൻ്റെ കീശയിലുണ്ടായിരുന്നു. അതുപോലെ ആ ഒരു വചനം വിശ്വസിച്ച് ഞാൻ കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ കറക്റ്റ് വൈറ്റ് ഷർട്ട് ഇട്ട ഒരു എക്സാമിനറാണ് എന്നെ വെൽക്കം ചെയ്തത്. അവിടെ ചെന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് ഞാൻ ഏത് ടോപ്പിക്കാണോ മാതാവിനോട് പറഞ്ഞത് ആ ടോപ്പിക്ക് തന്നെയാണ് എനിക്ക് എക്സാമിന് വന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. 1 മാസം കഴിഞ്ഞിട്ടാണ് കൊച്ചി തിരുവനന്തപുരത്ത് നിന്ന് റിസൾട്ട് വരിക. അപ്പോൾ അതിന് എക്സാം റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുന്നേ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു Golden 7 കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ എക്സാം February 7 അപ്പോൾ ഞാനും വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അത് എനിക്കും അനുഗ്രഹമാകണമെന്ന്. അങ്ങനെ മാർച്ച് ഫസ്റ്റ് വീക്കിൽ എൻ്റെ റിസൾട്ട് വന്നു. 170 മാർക്കോടെ ഞാൻ പാസ്സായി. പിന്നെ തിരിയിലും എനിക്ക് 7 എന്നൊരു സംഖ്യ എപ്പോഴും മാതാവ് കാണിച്ചു തരുമായിരുന്നു. പിന്നെ അങ്ങോട്ട് മുഴുവൻ ഒരു 7ൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ വിസയ്ക്ക് കൊടുത്തപ്പോൾ 7ാമത്തെ ടോക്കണാണ് എനിക്ക് കിട്ടിയത്. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ അടിച്ചു വന്നു. അതും 7ാമത്തെ പേജിൽ. അതുപോലെ അടുത്ത മാസം, ഈ മാസം അതായത് 7ാം മാസമാണ്, ജൂലൈ 20-ാം തീയതി നെക്സ്റ്റ് മൺഡേ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ ആത്മീയ ജീവിതത്തിൽ 2ാമത് ഉടമ്പടി പുതുക്കിയപ്പിനെയാണ് ശരിക്കും ഞാൻ ഉടമ്പടി എന്താണെന്ന് അറിയുകയും ഉടമ്പടി ജീവിക്കുകയും ചെയ്തത്. ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ആദ്യമൊക്കെ ഞാൻ വഴിയിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുകയും അങ്ങനത്തെ ചെറിയ കാര്യങ്ങളായിരുന്നു. പക്ഷേ 2ാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ജീവിക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ഗൂഗിളിൽ ലൊക്കേഷൻ ഇട്ടിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് അടുത്തുള്ള ഓർഫനേജ് ഗൂഗിളിൽ സെലക്ട് ചെയ്യുകയും അവിടെ ആകെ സൺഡേ മാത്രമാണ് ഓഫ് കിട്ടുന്നത്. അപ്പോൾ അന്ന് പോയി അവിടെ കെയർ കൊടുക്കുകയും അതുപോലെ ഓൺലൈനിൽ ഇങ്ങനെ ഹെൽപ്പ് ചോദിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന വിധം പൈസ അയച്ചു കൊടുക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളോട് പ്രെയർ റിക്വസ്റ്റ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എന്ന് ഷെയർ ചെയ്യാറുണ്ട്, ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഉടമ്പടി എടുത്തു എന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും സോഷ്യൽ മീഡിയ വഴി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നിയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്.
അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന A4 ഷീറ്റിൽ എഴുതി അച്ഛൻ്റെ ചെറിയ കാശുരൂപം കൊടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എനിക്ക് ഹോസ്റ്റൽ ഒത്തിരി പള്ളിയിൽ നിന്ന് ദൂരെ ആയതുകൊണ്ട് പറ്റത്തില്ല. അപ്പം ദിവസവും മുട്ടുകുത്തി നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ സൺഡേയ്സിലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. പിന്നെ നമ്മളെ ഇപ്പോൾ കുറ്റം പറയുന്നവരുണ്ടാവും, അതൊക്കെ നമ്മൾക്ക് അറിയുമ്പോഴും നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഒരു അനുഗ്രഹം എനിക്ക് ഈ ഉടമ്പടി വഴിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. പത്രം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ വീടുകളൊക്കെ കയറി കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കാറുണ്ട്. എൻ്റെ സ്വപ്നത്തിന് എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ സമർപ്പിക്കുന്നു. 138 സങ്കീർത്തനം 3 തിരുവചനം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. അഞ്ജു എന്ന ഇമകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രൈസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിലാണ് ഇമകൾക്ക് അനുഗ്രഹം ലഭിച്ച് അൽത്താരയിൽ കയറിയെന്ന് വിശ്വാസ പ്രഖ്യാപനം തൻ്റെ ഈശോയോടുള്ള നന്ദി പ്രകടമാക്കുന്നത്. 3 തവണ OET പൊട്ടിയെങ്കിലും 4ാമത്തെ തവണ നേർച്ച വസ്തുക്കളുടെയും വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെയും വിശ്വാസ പ്രയോഗത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെയും ഉടമയായി ഈ മകൾക്ക് 4ാമത് അത് അറ്റംപ്റ്റ് ചെയ്യുവാനും വളരെ കൃത്യമായി താൻ ആഗ്രഹിച്ച ഈശോയോട് പരിശുദ്ധാമ്മയോട് ചെയ്ത ആ അടയാളങ്ങൾ ചോദിച്ച് തന്നെ വൈറ്റ് ഡ്രസ്സിൽ എക്സാമിനർ വരികയും എല്ലാം 7ാം നമ്പർ തുടങ്ങി അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞ ആ ഗോൾഡൻ 7ൽ തന്നെ മകൾക്ക് എല്ലാം സാധ്യമാവുകയും വിസയും ടിക്കറ്റും കിട്ടുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഡെയിലി ബ്രെഡിലൂടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് ഒരു അടയാളമായി 7 എന്നോ 13, 14 എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്പറോ അക്ഷരങ്ങളോ അക്കങ്ങളോ പേരുകളോ പറയുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ലോകം മുഴുവനും വേണ്ടി സങ്കടപ്പെടുന്ന സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയുമാണ് ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിച്ചു തരുന്നത്. ആ സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു അനുഗ്രഹത്തിനാണ് നാം ആ ഗോൾഡൻ 7 എനിക്ക് അനുഭവവേദ്യമായി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുമ്പോൾ അതൊരു വ്യക്തിക്ക് മാത്രമല്ല, ആരെല്ലാം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നുവോ ഈശോ ഇഷ്ടപ്പെടുന്നവരിലെല്ലാം പരിശുദ്ധാത്മാവ് നിറയുന്നു എന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ആസ്തി അഞ്ജു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെല്ലാം മുട്ടുകുത്തി നിന്നുകൊണ്ട് ഓൺലൈൻ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ആത്മാവിൽ ഈശോയെ സ്വീകരിക്കാനുള്ള വലിയ ആഗ്രഹം അത് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആത്മീയമായി ഉയരാൻ, ഈശോയോട് ചേർന്നിരിക്കാൻ, പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കാൻ ഇന്ന് അഞ്ജുവിനെ OETയുടെ ഒരു സങ്കടത്തിലൂടെയാണ് ഈശോ കടന്നു വന്നിരിക്കുന്നതെന്ന് അഞ്ജുവിടെ ഏറ്റുപറയുകയാണ്. നമ്മുടെ ഏതൊരു ജീവിത സാഹചര്യങ്ങളിലായാലും ഈശോയെ ഏറ്റുപറയുന്ന, ഈശോയെ പ്രഖ്യാപിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും കാരുണ്യ പ്രവർത്തനത്തിലൂടെയും ഈശോയ്ക്ക് വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും അവിടുത്തെ സങ്കടങ്ങളിൽ അവിടുന്ന് പരദേശിയായി കാണുമ്പോഴും അവിടുന്ന് കാരാഗ്രഹവാസിയായി കാണുമ്പോഴും ഒറ്റപ്പെട്ടിരിക്കുമ്പോഴുമെല്ലാം എൻ്റെ ഈ എളിയവരിൽ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള ഒരാസ്തി നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറാൻ വേണ്ടിയാണ് നാം നിത്യതയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ജുവിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം വിസ പ്രോസസ്സിങ്ങിൽ തടസ്സം വന്നിരിക്കുന്നവരെയും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.